ഞാൻ അമ്മയോട് കുറച്ചു കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. അമ്മ ഇപ്പൊ സംസാരിച്ചത് അത്ര നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നിയത്. എല്ലാം ശരിയാവും ചേച്ചി. നേരാ. തിരുമേനിയും കൂടി വന്നു കഴിയുമ്പോ എല്ലാം നേരെയാവും. പ്രഭയിലെ ഈ മാറ്റം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ പേടി തോന്നുന്നു. ഈശ്വരനെ തേടലും ജാതകം നോക്കലും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവുമോ? ധൈര്യമായി പൊക്കോളൂ. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ബ്രഹ്മദത്തൻ തിരുമേനിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? മുറിയിൽ വിശ്രമിക്കുക. ഇപ്പോ മേഡം കാണാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? എനിക്ക് ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. പിന്നെ സംസാരിക്കുന്നത് വീട്ടിൽ വെച്ചാവുമ്പോൾ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. അത് നേരാ. അങ്ങനെ മതി. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയല്ലോ അല്ലേ? എല്ലാം തയ്യാറാ. കൃത്യസമയത്ത് തന്നെ ബ്രഹ്മദത്തൻ തിരുമേനി വീട്ടിലെത്തും. ശരി. ഒന്ന് പോയി പറ ചേച്ചി പ്ലീസ്. നിന്റെ അല്ലേ ആഗ്രഹം? നീ തന്നെ പോയി പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞാലൊന്നും മുരളിയേട്ടും കേക്കില്ല. അതുകൊണ്ടല്ലേ. എനിക്ക് താല്പര്യമില്ലാത്ത സംഗതിയായോണ്ട് ഞാൻ പറയുന്നില്ല. എന്താ ഗൗരി? എന്താ നാത്തൂനും കൂടെ ഒരു ഗൂഢാലോചന? അല്ല, ഉമ്മ പറയാ നമുക്കും കൂടെ പൂജയ്ക്ക് പോയാലോന്ന്. ചന്ദ്രത്തേക്ക്? അതെ ഏട്ടാ. ബ്രഹ്മദത്തൻ തിരുമേനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആളെങ്ങനെയാന്നൊന്ന് കാണാലോ. നമുക്ക് പോവാട്ടാ. അത് വേണ്ട മോളെ. പ്ലീസ് ഏട്ടാ, ഒരു രസമല്ലേ? ദേവിക ചേച്ചിക്ക് ഒന്ന് കാണുകയും ചെയ്യാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പറ ചേച്ചി, നമുക്കൂടെ പോവാന്ന്. ചേച്ചി വരുന്നില്ലെങ്കിൽ ഞാനെങ്കിലും പോട്ടെ. എന്നാ പിന്നെ ഉമ്മയൊന്ന് കൊണ്ടുപോയിക്കൂടെ മുരളിയേട്ടാ? അത് വേണ്ട ഗൗരി, അത് ശരിയാവില്ല. ഒന്നാമത് അവിടെ നടക്കുന്ന ഒരു പൂജയൊന്നുമല്ല. ബ്രഹ്മദത്തൻ തിരുമേനി എല്ലാവരുടെയും ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കും. പിന്നെ പൊതുവായിട്ട് ചില കാര്യങ്ങളും പറയും. അത്രേ ഉള്ളൂ. സിദ്ധു അങ്കിളിന്റെ അപകടം, ആന്റി ആശുപത്രിയിലായത്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കാനാ തിരുമേനി ആന്റി വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ളൊരു വിഷയമായതുകൊണ്ട് മറ്റുള്ളവർ ചെന്നാൽ അവർക്കും ഒരു പ്രയാസമായി തോന്നും. അതുകൊണ്ട് നമുക്ക് പോണ്ട. നന്ദനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. കേട്ടില്ല മോളെ? നമുക്ക് ഇനിയൊരു ദിവസം ചന്ദ്രത്തേക്ക് പോവാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പാവം, അവക്ക് വിഷമായി. സാരമില്ല. എല്ലാത്തിനും യെസ് പറഞ്ഞാലേ അതും ശരിയാവില്ലല്ലോ. അല്ല, പ്രഭ ആന്റിക്ക് പെട്ടെന്നൊരു ആത്മീയത വരാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ? വേറെന്ത് കാരണം? വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാം, അത് തന്നെ കാരണം. അല്ല, നമ്മളൊക്കെ ഒരു കാര്യം കാണുന്നിടത്ത് 9 കാര്യം കാണുന്ന ആളാ ആന്റി. അതുകൊണ്ടൊരു സംശയം. സംശയമൊക്കെ മാറും ബ്രഹ്മദത്തൻ തിരുമേനി ചന്ദ്രോത്തേക്ക് ചെന്നു കഴിഞ്ഞതിന് ശേഷം.